നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. യുകെയിൽ ആളിക്കത്തുന്ന കുടിയേറ്റ വിരുദ്ധ കലാപം മലയാളികൾ ആശങ്കയിൽ. സ്റ്റാർമറിന്റെ പരിഷ്കാരങ്ങൾ കലാപം ആളിക്കത്തിക്കുമോ ഭീതിയിൽ വിദേശികളും. പ്രക്ഷോഭം നേരിടാൻ സ്റ്റാൻഡിംഗ് ആർമിക്ക് രൂപം നൽകി പോലീസ്. ബുധനാഴ്ച പ്രതിഷേധക്കാർ ലക്ഷ്യമിട്ടത് കുടിയേറ്റക്കാരായ അഭിഭാഷകരെയും അവരുടെ ഓഫീസും. ബ്രിട്ടനിൽ IT കമ്പനിക്ക് 6 മില്യൺ പൗണ്ട് പിഴയിട്ട ആരോഗ്യവകുപ്പ്. പിഴയിടാൻ വിധിച്ചത് NHSന്റെയും സോഷ്യൽ കെയർ മേഖലയുടെയും പ്രവർത്തനങ്ങളെ താറുമാറാക്കിക്കൊണ്ട് നടന്ന സൈബർ ആക്രമണത്തിന്റെ പേരിൽ. സൈബർ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് 82,000-ലേറെ രോഗികളുടെ വിവരങ്ങൾ. ട്രംപിനെ വധിക്കാൻ പദ്ധതി. US-ൽ പാകിസ്ഥാനി അറസ്റ്റിൽ. വാടക കൊലയാളിയായ പാക് പൗരന് ഇറാനുമായി ബന്ധം. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ പാക് പൗരൻ കൂടുതൽ അമേരിക്കൻ നേതാക്കളെയും ലക്ഷ്യമിട്ടിരുന്നതായി റിപ്പോർട്ട്. അമേരിക്കയിലെ രാഷ്ട്രീയ നേതാക്കളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും വധിക്കാൻ പദ്ധതിയിട്ട ഇറാനിയൻ ബന്ധമുള്ള പാകിസ്ഥാൻ പൗരൻ ആസിഫ് മർച്ചന്റാണ് അറസ്റ്റിലായത്. ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള 15 അംഗ ഇടക്കാല സർക്കാർ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കലുഷിതമായ അന്തരീക്ഷം ശാന്തമാക്കുക എന്ന ദൗത്യമാണ് മുന്നിലുള്ളതെന്ന് നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസ് പറഞ്ഞു. ഹമാസ് മേധാവിക്കെതിരെ പരസ്യ കൊലവിളിയുമായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി. ഹമാസിന്റെ പുതിയ നേതാവായ യഹിയ സിൻവാറിനെ ഉടനടി ഇല്ലാതാക്കണമെന്നാണ് ഇസ്രായേൽ ക്യാറ്റ്സ് വ്യക്തമാക്കിയത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച എത്തും. സന്ദർശനത്തിൽ പ്രതീക്ഷ വെച്ച കേരളം. ഓരോ മഴക്കാലവും കേരളത്തിന് തീരാ നോവാണ്. ഇത്തവണ മുണ്ടക്കൈ എങ്കിൽ 5 വർഷം മുൻപ് അത് കവളപ്പാറയും പുത്തുമലയുമായിരുന്നു. 59 പേരുടെ ജീവനെടുത്ത കവളപ്പാറ ദുരന്തത്തിനും 17 പേരുടെ ജീവനെടുത്ത പുത്തുമല ദുരന്തത്തിനും ഇന്ന് 5 ആണ്ട്. മുതിർന്ന CPM നേതാവും ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. മൺമറയുന്നത് വിപ്ലവം വിളഞ്ഞ വങ്കനാടിന്റെ മണ്ണിലെ ഒരു വലിയ യുഗം. 2001-ലും 2006-ലും തുടർച്ചയായി 2 തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ഇടതു മുന്നണിയെ ബംഗാളിൽ അധികാരത്തിലെത്തിച്ച വ്യക്തിയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലും വഖഫ് ബോർഡുകളുടെയും വഖഫ് ട്രൈബ്യൂണലുകളുടെയും ചിറകരിഞ്ഞുള്ള വിവാദ നിയമ ഭേദഗതിക്ക് സർക്കാർ ഒരുങ്ങുന്നതിനിടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഭേദഗതി പ്രകാരം വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡുകളിലും മുസ്ലിം ഇതര വിഭാഗക്കാർക്കും പ്രാതിനിധ്യം ഉണ്ടാവും. വനിതകളും ഇതിൽ അംഗങ്ങളാകും. വഖഫ് ഭൂമിയുടെ രജിസ്ട്രേഷനായി പ്രത്യേക പോർട്ടൽ സജ്ജീകരിക്കും. നിലവിലെ വഖഫ് നിയമത്തിൽ 40 ഭേദഗതികൾ നിർദ്ദേശിക്കുന്ന ബില്ലാണ് നിയമമാക്കുന്നത്. പ്രവാസികൾക്ക് വൻ തിരിച്ചടി. കണ്ണൂരിൽ വിദേശ വിമാനങ്ങളെ അനുവദിക്കില്ലെന്ന് കേന്ദ്രം. കണ്ണൂരിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകാത്തത് രാഷ്ട്രീയ കളിയെന്ന ആക്ഷേപം. കൂടിയ വിമാന ടിക്കറ്റ് നിരക്കിൽ ഒരിളവും നൽകില്ലെന്നും കേന്ദ്ര സർക്കാർ. വിമാനത്താവളമെന്ന വടക്കേ മലബാറുകാരുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞ് വർഷങ്ങളായിട്ടും കണ്ണൂർ എയർപോർട്ടിൽ വിദേശ വിമാന കമ്പനികളെ സർവീസ് നടത്താൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. ഗുഡ് ബൈ റെസ്ലിംഗ് എന്ന സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക്സിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഗുസ്തി താരം. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.